സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമായിരുന്നു അവിടുത്തെ MLA തിരുവഞ്ചൂരല്ലേ എന്നത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് പറയുക, അത് ഏറ്റുമാനൂരിലെ നിയോജക മണ്ഡലത്തിൻ്റെ, അതായത് മന്ത്രി വാസവന്റെ മണ്ഡലത്തിലാണ് മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് അല്ലേ? ആ മെഡിക്കൽ കോളേജിന്റെ അഡ്വൈസറി കമ്മിറ്റി അവിടെ HMC ഉണ്ട്. ആ HMCക്കകത്ത് ഇവരെല്ലാം ഉണ്ട്. ഞാൻ മാത്രമേ ഇല്ലാതെയുള്ളൂ. എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. കാരണം ഞാൻ അവിടുത്തെ MLA അല്ലാത്തത് കൊണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടെ കൂടിയല്ലേ അനുദിനം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. HMCക്ക് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടല്ലോ. ആ കമ്മിറ്റിയിൽ ഇവരെല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങളെ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. കാരണം അതിർത്തി വെച്ച് നോക്കിയാൽ നമ്മൾ ചങ്ങലയിട്ട് അളവ് നോക്കിയാൽ ആ അളവിൽ അത് ഏറ്റുമാനൂർ ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ റോഡിന്റെ ഇപ്പുറത്താണ്, ഞങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. ഇനി എന്നോട് ചോദിച്ച പ്രസക്തമായ ചോദ്യം, 2012-13 റിപ്പോർട്ടുണ്ടായിരുന്നിട്ടും 2 ഗവൺമെന്റുകൾ അതിനുശേഷം പോയല്ലോ. ആ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ റിപ്പോർട്ടിനെ കുറിച്ച് അവർക്ക് ആലോചിക്കാൻ സമയം കിട്ടിയോ? ഇപ്പൊ പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി തഴിയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതും യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?